ഷാലോം ടി വിയുടെ ഇടയ ശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഇടയ ശബ്ദത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ഷാലോം ടി വിയുടെ പേട്രനും കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. പിതാവ് കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി വൈദികനാവുകയും പിന്നീട് കണ്ണൂരിൻ്റെ പ്രഥമ മെത്രാനായി നിയമിതനാവുകയും തുടർന്ന് വീണ്ടും കോഴിക്കോട്ടിലേക്ക് മെത്രാനായി മടങ്ങിയെത്തുകയും അതിനുശേഷം കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടപ്പോൾ ഇപ്പോൾ മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സ്നേഹത്തോടെ പിതാവിന് സ്വാഗതം. താങ്ക് യു. പിതാവെ, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നൊയമ്പിലൂടെ കടന്നു പോവുകയാണ്. ഈസ്റ്ററിനു വേണ്ടി ഒരുങ്ങുകയാണ്. ക്രൂശിതനെ പ്രണയിച്ചും ഉദ്ധിതനെ ആരാധിച്ചും നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് ഒന്നാക്കാനുള്ള മനോഹരമായ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ എങ്ങനെയാണ് നൊയമ്പിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് കാലമെന്ന് പറഞ്ഞാൽ ഉയർപ്പിലേക്കുള്ള ഒരു യാത്രയാണ്. കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പും, അതായത് പെസഹ ദിവ്യരഹസ്യം നമ്മൾ പ്രത്യേകമായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം. ആ വാക്ക് തന്നെ നമ്മൾ നോമ്പ് എന്നൊക്കെ പറയും. അതൊരു ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് വരുന്നത്. ലെൻറ്റ് എന്ന് പറയും. ലെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്പ്രിങ്, വസന്തമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ലെൻറ്റ് ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ്, സമ്മാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തിൽ സ്പ്രിങ് ഉണ്ടാക്കാൻ, വസന്തമുണ്ടാക്കാനുള്ളൊരവസരമായിട്ട് കണക്കാക്കാൻ പറ്റും. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഭ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന വഴി, ഉപവാസം വഴി, ദാനധർമ്മങ്ങൾ വഴി. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ലൻഡിനൊരു വസന്തകാലമാക്കി തീർക്കുമ്പോൾ ഈ നോമ്പുകാലം ഏറ്റവും വലിയ ഒരു സമയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. ഞാൻ പെട്ടെന്ന് തന്നെ ചോദിക്കാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ജൂബിലി വർഷത്തിൽ 2000 എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, കണ്ണൂരിൽ ആയിരിക്കുന്ന സമയത്ത് പിതാവിന് ഒരു പ്രത്യേകമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കുരിശികൾ തകർക്കപ്പെട്ട ഒരു സാഹചര്യം. സ്നേഹത്തോടെയും സന്തോഷത്തോടെ അതൊക്കെ സ്വീകരിക്കാൻ പറ്റിയത് എങ്ങനെയാണ് പിതാവ്? റൈജു ഇത്ര നല്ലൊരു ചോദ്യം ചോദിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സൂചിപ്പിച്ചതുപോലെ മഹാജൂബിലി വർഷമാണ്. വളരെ മഴയുള്ളൊരു രാത്രിയായിരുന്നു. ആ രാത്രി ആരോ വന്ന് നമ്മളുടെ സെമിത്തേരിയിലെ 24 കുരിശുകൾ തകർത്തു. അത് ഭൂരിഭാഗം കുരിശുകളും സിസ്റ്റേഴ്സിനെ അടക്കം ചെയ്ത കല്ലറകളാണ്. ഒന്ന് മാത്രം അവർ ചെയ്തില്ല. ആ കല്ലറയിൽ അടക്കം ചെയ്തിരുന്ന സെലിൻ കണ്ണനായിക്കൽ ഇന്ന് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുരിശുകളൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ നമുക്ക് സപ്പോർട്ടുമായിട്ട് വന്നു. രാഷ്ട്രീയക്കാർ, സാംസ്കാരിക നായകന്മാർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂർ മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നടക്കുന്ന വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിലാണ് 9 ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊലപ്പെടുത്തിയത്. ഇപ്പം ജനങ്ങൾ ശരിക്ക് മുറിവേറ്റ് നിൽക്കുന്ന, വേദനിച്ച് നിൽക്കുന്ന ഒരു അവസരമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പ്രശ്നം കൂടി വന്നിരിക്കുന്നത്. അതായത് നമ്മളോട് തെരുവിലിറങ്ങണം, ഒച്ചയുണ്ടാക്കണം, സമരം ചെയ്യണം, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ട്. ഇവർ കുറച്ച് ആളുകൾ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇവരോട് ഞാൻ സംസാരിച്ചു.
അതിനുശേഷം ഞാൻ പോയിട്ട് ഞാനൊരു വാടക വീട്ടിലാണ് അന്ന് താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ ചെറിയൊരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പലിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണ് ആദ്യമായിട്ട് ചെന്ന് പെട്ടത് ക്രൂശിതനായ ഈശോയിലേക്കാണ്, കുരിശിൽ കിടക്കുന്ന ഈശോ. ഞാൻ കുറച്ചു നേരം ധ്യാനിച്ചിട്ട് ഇവിടെ തിരിച്ചു വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞേ, കുരിശിൽ മരിച്ചവൻ ക്ഷമിച്ചവനാണ്, അതുകൊണ്ട് ഞാനും ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. അവരൊക്കെ ആകെ ഷോക്കായിപ്പോയി. പക്ഷെ പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ ഇത് ഭയങ്കര ന്യൂസായിട്ട് വന്നു. എന്നിട്ട് പലരും എന്നെ വിളിച്ചു. പിതാവെ, സമരം ചെയ്യുന്നതിനേക്കാളും പിതാവ് വലിയ പ്രഖ്യാപനം നടത്തുന്നതിനേക്കാളും ഏറ്റവും വലിയ സുന്ദരമായ സുവിശേഷ പ്രഘോഷണമായിരുന്നു ഇതെന്ന് അവരെന്നോട് വിളിച്ച് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു വലിയൊരു പാഠമാണത്. ദൈവം എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും പിതാവേ, ഞാൻ ആലോചിച്ചിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയല്ല അത്. അതും ആ സിറ്റുവേഷനിൽ അത് ആവശ്യമാണ്. പിറ്റേ ദിവസം കളക്ടർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. വളരെ പോസിറ്റീവ് റിസൾട്ടായിരുന്നു. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഒരു നാഗരികത, ഒരു സംസ്കാരം വളർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കർത്താവ് തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പലപ്പോഴും നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ സംഭവിക്കുമ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യാൻ, പ്രതികാരം ചെയ്യാനാണ് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യാനാണ് തോന്നാം. പക്ഷെ അതിന് പകരം ക്ഷമയുടെ തത്വശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു പിതാവേ. അത് അന്നത്തെ കണ്ണൂരിൻ്റെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഇന്നും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബത്തും ഒക്കെ ക്ഷമിക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിതാവേ, അങ്ങ് തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം രൂപതയിൽ മാളയിലാണ് ജനിച്ചത്. വൈദിക ജീവിതത്തിലേക്ക് വരാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് പലപ്പോഴും ഇടവകയെക്കുറിച്ചും ഇടവക വികാരിമാരെക്കുറിച്ചും കുഞ്ഞുനാളിലെ ചില ഓർമ്മകൾ ഹൃദ്യമായി പങ്കുവയ്ക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. അത്തരം ചില ഓർമ്മകൾ പിതാവ് ഒന്നുകൂടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും? ഞാൻ ജനിച്ചത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഈ മാള എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദന്മാർ പോലും ഉണ്ടായിരുന്നു. 48 വരെ യഹൂദന്മാർ വസിച്ചിരുന്ന ഒരു സ്ഥലമാണത്. അവർ ഇസ്രായേലിലേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ആരുമില്ല. പക്ഷെ നമ്മളുടെ യഹൂദ പള്ളിയും യഹൂദന്മാരുടെ സെമിത്തേരിയും ഇന്നും മാളയിലുണ്ട്. വലിയൊരു ഓർമ്മയാണത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അതിലേക്ക് പുഴയൊക്കെ പോകുന്നുണ്ട്. ആ പുഴ ചെന്ന് ചേരുന്നത് അറബിക്കടലിലാണ്. അപ്പം അങ്ങനെ വലിയൊരു കണക്ഷനുണ്ട്. പണ്ടൊക്കെ ബോട്ടൊക്കെ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നല്ലൊരു സ്ഥലമാണ്. അതോടൊപ്പം എൻ്റെ വീടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും, പ്രത്യേകിച്ച് അപ്പനും അമ്മയും വളരെ ഭക്തരായിട്ടുള്ള ആളുകളായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. വീടുകളിലുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, വണക്കമാസം, കൊന്ത, അതുപോലെ മറ്റു പരിപാടികളൊക്കെ മുടങ്ങാതെ നടത്തുന്ന ഒരു കുടുംബമായിരുന്നത്. അപ്പം അതൊക്കെ എന്നെ ചെറുപ്പത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറച്ച് പേരും കൂടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കളിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തിൽ വികാരിച്ചൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ കളിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വികാരിച്ചൻ എന്നെ വിളിച്ചു, മോനെ നീ ഇങ്ങോട്ട് വന്നേ. വികാരിച്ചൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഔസോയുടെ മകനല്ലേ മോൻ? ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നീ വെക്കേഷൻ വരുമ്പോൾ എൻ്റെ അടുത്ത് വരണം, കുർബാനയ്ക്ക് കൂടാൻ നിന്നെ ഞാൻ പഠിപ്പിക്കാം, എന്നിട്ട് കുർബാനയ്ക്ക് കൂടണം. ഞാൻ പിന്നെ വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ പ്രാർത്ഥനകളെല്ലാം പഠിപ്പിച്ചു. അന്ന് ലത്തീനിൽ പഠിപ്പിക്കണം. ലത്തീനിലായിരുന്നു കുർബാന. അപ്പോൾ ലത്തീനിൽ ഉത്തരം പറയാൻ വേണ്ടിയൊക്കെ എന്നെ പരിശീലിപ്പിച്ച അച്ഛൻ. എന്നെ മാത്രം, അതായത് പ്രത്യേക ഒരു വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് അച്ഛൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ വളരെ ആഘോഷപൂർവ്വം എന്നെ ഒരു അൾത്താർ ബാലനാക്കി. ഇതൊക്കെ എൻ്റെ ദൈവവിളിയെ
വളർത്താനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അതുകൂടാതെ ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ എന്നോട് ഒത്തിരി സ്നേഹം കാണിക്കുമായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് കൂടി ഞങ്ങൾ സാക്രിസ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനൊരു കപ്പ് ചായ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ പകുതി ചിലപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് തരും, എനിക്ക് തരും, കുറച്ച് വേറൊരാൾക്ക് കൊടുക്കും. ഇപ്പോൾ 2-3 ആളൊക്കെ ഉണ്ടാവുള്ളൂ അന്ന് ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്ക് കൂടാനായിട്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു. അങ്ങനെ അച്ഛന്മാരോടുള്ള സ്നേഹം, കുർബാനയോടുള്ള ഭക്തി, പിന്നെ ജനങ്ങളുടെ എല്ലാം സപ്പോർട്ട്, ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ദൈവവിളി വളരുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. എ ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ ഒരു ഹൃദയം ഉള്ള മനുഷ്യർക്ക് എല്ലാ തരത്തിലും ദൈവാനുഗ്രഹം കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ തന്നെയാണ്. ഞാൻ എപ്പോഴും എല്ലാവരെയും ഇതുപോലത്തെ കൊച്ചു കാര്യങ്ങൾ പോലും നന്ദിപൂർവ്വം ഓർക്കാറുണ്ട്. പിതാവിൻ്റെ വാക്കുകളിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. നന്ദിയുള്ളവരാവുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണ്. പിതാവിനെക്കുറിച്ച് ഏറെ ഹൃദ്യമായി കേൾക്കുന്ന ചില വാക്കുകൾ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ പിതാവ് കാണിക്കുന്ന ഒരു വലിയ ഉത്സാഹമാണ്. പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല, ആളുകളോട് ഇറങ്ങിച്ചെല്ലുക, ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക, വ്യക്തികളെ സഹായിക്കുന്നതിൽ പിതാവിന് പ്രത്യേകമായ ഒരു കാരിസം ഉണ്ട് എന്നാണ് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കുന്നതും എനിക്കറിയാൻ കഴിയുന്നതും. എങ്ങനെയാണ് പിതാവെ ഇത്തരം ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് വരുന്നത്? ആ ദൈവം തന്നൊരു ദാനമാണ്, ദൈവം തന്നൊരു കൃപയാണ്. ഞാൻ ആരെ നോക്കി ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരോട് പെരുമാറുമ്പോഴൊക്കെ കണക്ക് കൂട്ടിയൊന്നുമല്ല പെരുമാറുന്നത്. അത് ആ സമയത്ത് ചിരിക്കാൻ തോന്നും, ആ സമയത്ത് സംസാരിക്കാൻ തോന്നും, ആ സമയത്ത് ചിരിക്കുക, അങ്ങനെയൊക്കെ അത് ആ സമയത്തങ്ങ് വരെയാണ്. അതായത് ഒരു കാരിസമാണ്, ദൈവം തന്ന വലിയ കൃപയാണത്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ ആഹ്വാനം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ള, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനാൽ രൂപീകൃതമായിട്ടുള്ളതാണ് നമ്മുടെ സഭ. തീർച്ചയായിട്ടും രൂപതയുടെയൊക്കെ സംവിധാനങ്ങളുടെ ഭാഗമായി 100-ലധികം വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു ഭവന പദ്ധതി തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ സർവീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് 100-ലധികം വീടുകൾ നമ്മൾ ആളുകൾക്ക് ഇതോടുകൂടി പണിത് കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റിനറി രൂപതയുടെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ നമ്മൾ കുറേ വീടുകൾ, ഇപ്പോൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് 10 വീടുകൾ, പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് 10 വീടുകൾ, ഇവിടെ കോഴിക്കോട് 10, പിന്നെ നമ്മൾ ഓരോ ഇടവകയിലേക്കും പൈസ കൊടുത്ത് വീടുകൾ പണിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒരു 200 ഹൗസസാണ്, 200 വീടുകളാണ്. പക്ഷെ അത് 200-ലും കടന്നു പോകും. ഇപ്പോൾ നമ്മളുടെ 100-ലധികം വീടുകൾ സോഷ്യൽ സർവീസിലെ ജീവന ആൽഫ്രഡച്ചനും മറ്റുള്ളവരുമായിട്ട് എൻ്റെ അനുവാദത്തോടു കൂടി അതൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഇവിടെ വീടിന് വേണ്ടി വരുന്നുവോ അവരെയൊക്കെ പഠിച്ചതിന് ശേഷം അവർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, നമ്മൾ കൂടുതൽ ഭവനങ്ങൾ പണിയും. നമ്മളുടെ ഇവിടെ ഒന്നും ആരും ഭവനമില്ലാത്തവർ ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ചിന്ത. പിതാവിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും, പ്രത്യേകിച്ച് ഞാൻ ഈ കരിസ്മാറ്റിക് ജീസസ് യൂത്തിൻ്റെയൊക്കെ ഭാഗമായതുകൊണ്ടും ഒക്കെ പലപ്പോഴും അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിതാവിനെക്കുറിച്ച് തോന്നുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നൊരു കാര്യം, പിതാവ് വചനപ്രഘോഷകനുമാണ്, സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുമാണ്. ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് പോവുക എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ആദ്യ ഭാഗത്തേക്ക് വരട്ടെ. തീർച്ചയായിട്ടും ഓരോ വൈദികരും മെത്രാനും ഒക്കെ വചനപ്രഘോഷണത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്നിരിക്കെ തന്നെയും വചനപ്രഘോഷണം അതൊരു പ്രത്യേകമായ വിധത്തിൽ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ചിന്തയോടെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നവർ ചിലപ്പോൾ അത്ര കോമൺ അല്ല. അപ്പോൾ എന്തുമാത്രം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന കേരളത്തിൽ, ഈ വചനം പ്രഘോഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്തുമാത്രം തോന്നുന്നു? അതായത് ഒരു വൈദികൻ്റെ, ഒരു മെത്രാൻ്റെ ഏറ്റവും വലിയ കടമ വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കൽപ്പന കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ
വിശ്വാസം കൈവരുന്നത് കേൾവിയിലൂടെയാണ്. കേൾപ്പിക്കാൻ ആരെങ്കിലും വേണം, അതായത് പ്രസംഗിക്കാൻ ആരെങ്കിലും വേണം. അപ്പോൾ ഈശോയെപ്പറ്റി പറയാതെ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ പറയാൻ ആൾ വേണം. മറ്റൊരു ജോലി ചെയ്തില്ലെങ്കിലും നമ്മളോട് ആരും ചോദിക്കില്ല. പക്ഷെ വചനം പ്രഘോഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളോട് ആളുകൾക്ക് ചോദിക്കാം, അതെന്താ പിതാവും വചനം പ്രഘോഷിക്കാത്തത്? ഇനിയുള്ള കാലഘട്ടത്തിലും ഈ വചനപ്രഘോഷണത്തിന് വൈദികരും സന്യസ്തരും അൽമായരും മെത്രാന്മാരൊക്കെ പ്രാധാന്യം കൊടുക്കണം. ഞാനതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലത്തീൻ പദമുണ്ട്, മിസറിക്കോർദിയ എന്ന് പറയും. മിസറിക്കോർദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരുണ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. മിസറി കോർദിയ 2 വാക്കാണ്. മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം, കോർദിയ എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്, ഹൃദയമാണ്. ശരിക്കും പറഞ്ഞാൽ ഹൃദയവും ദുരിതവും കൂടിച്ചേരുമ്പോഴാണ് കരുണയുണ്ടാകുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരാളുടെ ഹൃദയം അപരൻ്റെ ദുരിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് കരുണയാകുന്നു. ഇതാണ് നല്ല സമാരിറ്റൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും. നമ്മളൊന്നു മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. യു മസ്റ്റ് വർക്ക് ഫോർ സൽവേഷൻ ഓഫ് സോൾസ്. ഒരു മെത്രാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നമ്മളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കളും പ്രവർത്തിക്കേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണം. കുഞ്ഞുങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, അവരെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താൻ, ദൈവവുമായിട്ട് ഐക്യപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കടമ മാതാപിതാക്കൾക്കുണ്ട്. ആ ഒരു ജോലി നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിട്ട് വരുമെന്നാണ് എൻ്റെ ചിന്ത. തീർച്ചയായിട്ടും സഭയുടെ മുഴുവൻ സഭ, അത് വൈദികർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും മാത്രമല്ല, അൽമായർക്കും കുടുംബസ്ഥർക്കും ഒക്കെ ഈ ഒരു ഫോക്കസ് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവരാകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിതാവേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റൊരു തലമാണ് ഒരു സാമൂഹ്യമായ ഒരു ഉന്നമനം, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരുപക്ഷെ ക്രൈസ്തവ പരിശീലനം കിട്ടിയ സുവിശേഷ മൂല്യങ്ങളെ നെഞ്ചിലേറ്റുന്ന നല്ല നേതൃത്വ പാഠവുമുള്ള അൽമായ വ്യക്തികൾ സാമൂഹ്യ രാഷ്ട്രീയ 2 തലത്തിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിലേക്ക് കടന്നു വരേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യമല്ല. അത് സമുദായവൽക്കരിക്കാനല്ല, പക്ഷേ ക്രിസ്തീയ പരിശീലനം, 2 സുവിശേഷ മൂല്യങ്ങൾ നെഞ്ചിലേറ്റുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതല്ലേ പിതാവ്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളിൽ നമ്മുടെ ആളുകൾ വളരെ പിന്നിലാണെന്നാണ് അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചിലർക്കൊരു കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല, അത് ചീത്തയാണെന്നുള്ള ഒരു വിചാരം ചിലർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളൊക്കെ പഠിപ്പിക്കേണ്ടത് രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയക്കാരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങളാണ് രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വരാനായിട്ട് കാരണമായിട്ടുണ്ട്. ആ മതേതരത്വ ചിന്തകൾ, സോഷ്യലിസ്റ്റിക് ചിന്തകൾ, അങ്ങനെ അതുപോലെ മറ്റ് ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇതെല്ലാം കടന്നു വരുന്നത് ഈ മനുഷ്യൻ്റെ ഈ ചിന്ത കൊണ്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഈ ചോദിച്ചോട് പറയാനുള്ളത്, ഇന്നിൻ്റെ ആവശ്യം നമ്മുടെ ആളുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുകയും വേണം. തീർച്ചയായിട്ടും പിതാവ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ രംഗങ്ങളിലും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് സംവിധാനങ്ങളിലുമൊക്കെ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ള ആളുകളില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു തലം കൂടി എൻ്റെ ഓർമ്മയിൽ വരികയാണ്. കാരണം ധാരാളം അക്രൈസ്തവരായ ആളുകൾ
പല രാഷ്ട്രീയ നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഉൾപ്പെടെ പല അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് സംവിധാനങ്ങളിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നവർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കത്തോലിക്ക സ്ഥാപനത്തിലാണ് പഠിച്ചു വളർന്നത്, എൻ്റെ ഫോർമേഷൻ ഒരു കാത്തലിക്. സോ ഈ സുവിശേഷ മൂല്യങ്ങൾ അങ്ങനെയും പകർന്നു കൊടുക്കപ്പെട്ട ഒരു കാലത്തെക്കുറിച്ചുള്ള ധാരാളം ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിതാവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസേണാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. അപ്പോൾ നമ്മളുടെ ഒരു വിദ്യാഭ്യാസം, അത് ക്രിസ്തീയ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? എല്ലാവർക്കും വിദ്യാഭ്യാസം അതൊരു ക്രിസ്തീയമായ ഒരു ശൈലിയിലും കൂടെ നൽകാൻ പറ്റുന്നത് പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ശൈലിയിൽ നമ്മുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി മൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യനെ ശുശ്രൂഷിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ സിസ്റ്റം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാല്യൂ സിസ്റ്റം അനുസരിച്ച് ഇവർ കളക്ടറാകുമ്പോൾ, ഇവർ മന്ത്രിയാകുമ്പോൾ, ഇവർ വലിയ വലിയ ആളുകളാകുമ്പോഴൊക്കെ ആ വാല്യൂ സിസ്റ്റം അവർ ജീവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ മൂല്യാധിഷ്ഠിതമാണ്. നമ്മുടെ ഉള്ളിലുള്ള ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ഹൃദയത്തുടിപ്പുകൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് അറിയാതെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു കുറവും വരുത്തരുത്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിതാവ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും പിതാവ് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യുവജനങ്ങളുടെ ഇടയിൽ പിതാവിൻ്റെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ സഭ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്, വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ സഭയിലുണ്ട്, യുവജന പ്രസ്ഥാനങ്ങൾ സഭയിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ഏതാനും വാക്കുകൾ കൂടി പറയാം. യുവജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭയിൽ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. പ്രധാനമായിട്ട് റൈജു തന്നെ ജീസസ് യൂത്തിലൂടെ വളർന്നു വന്നതാണ്. KCYയും മറ്റുള്ള എല്ലാത്തിലും ഉണ്ടായിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ജീസസ് യൂത്തിലൂടെയൊക്കെ വളർന്നു വന്ന ആളുകൾ, അവർ ഒരു മൂല്യാധിഷ്ഠിത ജീവിതമാണ് നയിക്കുന്നത്. അവർ വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, എവിടെ ചെന്നാലും അവർക്ക് മൂല്യങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. അതൊക്കെ ഈ ജീസസ് യൂത്ത് വഴി അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ പലപ്പോഴും പ്രോ ലൈഫാണ്. ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലൊക്കെ ചെന്നാൽ കാണാം, ഒരു കുടുംബത്തിൽ 3, 4, 5 മക്കൾ, 6 മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. 7, 8 ഒക്കെ. അതെ, അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മൂല്യങ്ങൾ കിട്ടിയത് ഈ നമ്മുടെ ഓരോ KCYM, CLC, അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളിലൂടെ ധാരാളം ലീഡർഷിപ്പ് ക്വാളിറ്റീസും ആദർശങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പുറത്തു പോകുമ്പോൾ ജീവിക്കുന്നുണ്ട്, നാട്ടിലും ജീവിക്കുന്നുണ്ട്. നമുക്ക് ആരെയും ഒരിക്കലും ഒരു കുറ്റവും പറയാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ പറയും, ഓ ഇവിടെ മൂല്യങ്ങളൊക്കെ പോയി, തകർന്നു പോയി, എല്ലാം മനുഷ്യരങ്ങനെയായി. മനുഷ്യന് എപ്പോഴും അധപ്പതനം ഉണ്ടായിരുന്നിട്ടുണ്ട്, എന്നും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരു വശത്ത് 2 ആൾ അധപ്പതനം കാണിക്കുമ്പോൾ 98 ആൾ നല്ല ജീവിതം നയിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പിതാവ് അത് പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന്, കാരണം പലപ്പോഴും ഒരു മീഡിയ പ്രൊജക്ഷൻസ് ഈ നെഗറ്റീവ് സാധനങ്ങളിലേക്ക് മാത്രമാണ്. പലപ്പോഴും സഭയുടേതുൾപ്പെടെ, നാടിൻ്റേതുൾപ്പെടെ, മനുഷ്യരുടേതുൾപ്പെടെ നന്മയുടെ വശങ്ങൾ അധികം പ്രൊജക്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങളുണ്ട്. ഈ മീഡിയ, പിതാവ് തീർച്ചയായിട്ടും ഷാലോം TVയുടെ ഒരു പേട്രൺ കൂടിയാണ്. അപ്പോൾ ഈ മീഡിയ ഇന്ന് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും സുവിശേഷ പ്രഘോഷണത്തിനും ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നതിലുമൊക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് പിതാവ് മുമ്പ് പറയുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ മീഡിയയുടെ ഇത്തരത്തിലുള്ള ഉപയോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ പിതാവ്? നമ്മുടെ ഷാലോം ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് പത്രം തുടങ്ങി, TV തുടങ്ങി, അതുപോലെ പബ്ലിക്കേഷൻസ് തുടങ്ങി. ഇതിലൂടെ എല്ലാം മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദർശനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ ക്രിസ്തുവിനെ പഠിപ്പിക്കാൻ, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും ദർശനങ്ങളും കൊടുക്കാൻ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്
ഷാലോം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷാലോം ട്യൂബിലൂടെ എത്ര ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും വിശുദ്ധ കുർബാന പങ്കെടുക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടെ ഈ ടി വി എന്നും നിലനിൽക്കണം. ഈ ടി വി ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറയാനായിട്ട് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈദിക വിളി സ്വീകരിച്ച് പിതാവിൻ്റെ യാത്ര വലിയ ചൈതന്യപൂർണ്ണമായി തുടരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പിതാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ ക്ഷമിക്കാനും പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പ്രത്യേകിച്ച് സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങാനും സുവിശേഷം പ്രഘോഷിക്കുന്നവരാകാനും ആയിരിക്കുന്നിടത്തെല്ലാം ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നവരായി മാറാനും നമ്മുടെ ആളുകൾക്കെല്ലാം കഴിയട്ടെ, നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ശാലോം ടി വിയുടെ മുഴുവൻ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഇടയ ശബ്ദത്തിൽ കൂടെയായിരുന്നതിന് പിതാവെ സ്നേഹത്തോടെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.